ഇന്നലെ ഇക്കാൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ. പക്ഷേ ഇക്കാക്ക് സെലിബ്രേഷൻ ചെയ്യണമെന്ന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ നോമ്പ് തുറക്കി ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ തലശ്ശേരി ദം ബിരിയാണിയാണ് കേട്ടോ, ചിക്കൻ പൊരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് നേരത്തെ ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് 2:30 മണിയായിട്ട് ഞാൻ അടുക്കളയിൽ കയറാൻ. അപ്പോൾ ഒക്കെ ഓരോന്നായി ചെയ്ത് വെക്കുകയാണ്. പക്ഷേ ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ ടാസ്ക്കാണ് എൻ്റെ മക്കളെ ഒതുക്കി ഒരു ഭാഗത്ത് ഇരുത്താൻ കേട്ടോ. അവരൊക്കെ ഒതുക്കി ഇരുത്തിയിട്ടാണ് ഞാൻ പണി തുടങ്ങുന്നത്. പക്ഷേ ചെറിയ മോൻ ഫോൺ ചോദിച്ച് ഒരേ കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ടി വി ഇട്ട് കൊടുത്ത് അവിടെ ഒതുക്കി ഇരുത്തിയിട്ടാണ് പണികൾ ചെയ്യുന്നത്. ഞാൻ ഈസി ആയിട്ട് പണികൾ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 അടുപ്പുണ്ട്, 3 എണ്ണത്തിൽ ഓരോന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ക്ഷീണവും ഉണ്ടാവില്ല, ഈസി ആയിട്ട് പണികളും ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. ഞാൻ മിക്കവാറും ദിവസങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറ്. പണി മക്കളുള്ള വീട്ടിൽ നമുക്കറിയാം പണി തീരെയില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഓട്ടവും ചാട്ടവും ഒക്കെ ഉണ്ടാകുന്ന റീൽസിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ റീൽസ് ഒന്നും കംപ്ലീറ്റ് ആവാത്തത് കേട്ടോ. പകുതി വെച്ച് അങ്ങനെ കട്ടാക്കേണ്ടി വരുന്നത് ഈ കുട്ടികളുടെ ബാക്കിൽ ഓടണമുണ്ടാണ്. പിന്നെ ഞാൻ സമൂസ ഷീറ്റൊക്കെ റെഡിയാക്കി വെച്ച് പുതിയൊരു സ്നാക്കൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഐറ്റംസ് ഒന്നും ഉണ്ടാക്കണതൊന്നും ഇക്കാക്ക് അത്ര താല്പര്യമൊന്നുമില്ല. പിന്നെ ഇക്ക നമ്മളുടെ ബർത്ത്ഡേക്കൊക്കെ ചെയ്യലുണ്ട്, നമുക്ക് വാങ്ങിച്ച് തരലുണ്ട്. നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇക്കാക്ക് ഇഷ്ടമുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണി അടുത്ത വീട്ടുകാർ നോമ്പ് തുറക്കുന്നതിന് മുന്നേ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വേഗം റെഡിയാക്കിട്ടോ. അങ്ങനെ 5:45 ആകുമ്പോഴേക്കും അവർക്കൊക്കെ കൊടുത്തു. പിന്നെ അതിന് ശേഷം ഇക്ക നോമ്പ് തുറന്നിട്ടാണ് വന്നത്. അപ്പോൾ പായസം കേട്ടോ ഞങ്ങൾ ഊട്ടി കൊടുത്തത്. കേക്ക് കട്ടിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇക്ക ബിരിയാണി ഇട്ട് കൊടുത്ത് കഴിച്ച് എനിക്കൊരു വായി ഊട്ടി തരാണ് കേട്ടോ. പിന്നെ മോനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, അവനും എണിച്ച് വന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഉമ്മാൻ്റെ വീട്ടിൽ ബിരിയാണി കൊടുക്കാം.